ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഓണം കവിയരങ്ങ് തിരുവനന്തപുരത്ത് നടന്നു. പ്രഭാവർമ്മ, ഏഴാച്ചേരി രാമചന്ദ്രൻ, കുരീപ്പുഴ ശ്രീകുമാർ, ഗിരീഷ് പുലിയൂർ തുടങ്ങി നിരവധി പ്രശസ്ത കവികൾ പരിപാടിയിൽ പങ്കെടുത്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ പരിപാടിയിൽ സന്നിഹിതനായിരുന്നു. പതിനാറാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 5 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുത്ത കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടന്നു. ഏകദിന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി KN ബാലഗോപാൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കോൺക്ലേവിന്റെ ഭാഗമായി സാമ്പത്തിക വികസന വിഷയങ്ങളിൽ ചർച്ച നടന്നു. അന്താരാഷ്ട്ര അംഗീകാരമുള്ള വിദഗ്ധർ കോൺക്ലേവിൽ പങ്കെടുത്തു. ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യൻ പ്രത്യേക പ്രഭാഷണം നടത്തി. സംസ്ഥാനങ്ങൾ നേരിടുന്ന വികസന ധനകാര്യ പ്രശ്നങ്ങൾ ഡോക്ടർ A. അരവിന്ദ് പനഗാരിയ അധ്യക്ഷനായ 16-ാം ധനകാര്യ കമ്മീഷൻ മുൻപാകെ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച ആശയ രൂപീകരണമായിരുന്നു സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. വർക്കല ചിറയൻകീഴ് സബ് രജിസ്ട്രാർ ഓഫീസ് മന്ദിരങ്ങൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വർക്കലയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വി ജോയ് MLA-യും ചിറയൻകീഴ് വി ശശി MLA-യും അധ്യക്ഷന്മാരായി. വിവിധ തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ, രജിസ്ട്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റ് വളപ്പിൽ തയ്യാറാക്കിയ പച്ചക്കറികളുടെയും പൂക്കളുടെയും വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വെണ്ടയ്ക്ക, പാവയ്ക്ക, പടവലം, ചീര, പയർ, വഴുതന, പച്ചമുളക്, ജമന്തിപ്പൂക്കൾ എന്നിവയാണ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ കൃഷി ചെയ്തത്. മുൻ വർഷങ്ങളിലും സെക്രട്ടേറിയറ്റിൽ പച്ചക്കറി കൃഷി നടത്തി വിളവെടുത്തിരുന്നു. മന്ത്രിമാരായ K. രാജൻ, P. പ്രസാദ്, VN വാസവൻ, K. കൃഷ്ണൻകുട്ടി, GR അനിൽ, അബ്ദുറഹിമാൻ, J. ചിഞ്ചുറാണി, റോഷി അഗസ്റ്റിൻ, OR കേളു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഹരിത ക്ലബിന്റെ നേതൃത്വത്തിലും ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി വിളവെടുപ്പ് നടത്തി. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മാറുന്ന കേരളവും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നടന്നു. കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് ക്രിയേറ്റീവ് വിമൻ കളക്റ്റീവിന്റെ നേതൃത്വത്തിലാണ് ചർച്ച സംഘടിപ്പിച്ചത്. സാഹിത്യകാരി ചന്ദ്രമതി ചർച്ച ഉദ്ഘാടനം ചെയ്തു. ബീന പോൾ, സജിത മഠത്തിൽ, മിനി സുകുമാർ, മീനാറ്റി പിള്ള, KA ബീന, സീമ ജെറോം, VR ഗംഗ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഭാഗമായ സഖി ഡോർമെറ്ററിയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിതവും സുഖപ്രദവുമായ താമസ സൗകര്യം പ്രദാനം ചെയ്യാൻ തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്റർ കോംപ്ലക്സിലാണ് സഖി ഡോർമെറ്ററി ഒരുക്കിയിരിക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമടക്കം വനിതാ വികസന കോർപ്പറേഷൻ നിയന്ത്രിക്കും. തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നവംബർ 9 നടത്തും. സംഗമം വിജയകരമാക്കുന്നതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. മുൻ MP അഡ്വക്കേറ്റ് A. സമ്പത്ത് ചെയർമാനും പ്രകാശ് പ്രഭാകർ ജനറൽ കൺവീനറുമായി 51 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. പരിപാടിയുടെ വിജയത്തിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് തൈക്കാട് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ ഒരു കുഞ്ഞുകൂടി എത്തി. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 11:54 6 ദിവസം പ്രായം തോന്നിക്കുന്ന ആൺകുഞ്ഞുകൂടി സർക്കാരിന്റെ പരിചരണയ്ക്കായി എത്തിയത്. കുഞ്ഞിന് ശ്രാവൺ എന്ന് പേരിട്ടതായി ശിശുക്ഷേമ സമിതി അറിയിച്ചു. കുട്ടിയുടെ ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതിനാൽ അവകാശികളാരെങ്കിലും ഉണ്ടെങ്കിൽ സമിതി അധികൃതരുമായി അടിയന്തരമായി ബന്ധപ്പെടണമെന്ന് ശിശുക്ഷേമ സമിതി അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.